ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിത് രാവിലെ എഴുന്നേറ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാണ്. അങ്ങനെ ഞാനിതാ മുടി കെട്ടി വെച്ച് വൃത്തിയിലൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാരി കുത്തി വെച്ചതാണ്. നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് വൃത്തിയിൽ മുടിയെ കിട്ടാം ഗൈസ്. അങ്ങനെ ഇതാ സുന്ദരിയായിട്ടുണ്ടോ ഗൈസ്? എനിക്ക് ഉറക്കം കൊണ്ട് റെഡി ആയില്ല, കാരണം നല്ല മഴയായിരുന്നു. അങ്ങനെ മഴയത്ത് കുറേ നേരം ഉറങ്ങാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഒരു 8-9 മണിക്കാണ് എഴുന്നേറ്റത്, അത് വേറെ കാര്യം. എന്നാലും ഒരു 10 മണിയൊക്കെ ഉറങ്ങാൻ നല്ല രസമാണ്. നമ്മൾ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പല്ല് തേക്കാൻ പോകുമ്പോൾ ഞാൻ ഈ ഒരു ഫേസ് വാഷും കൂടെ കയ്യിൽ പിടിച്ചു, കാരണം പല്ല് തേച്ച് കഴിഞ്ഞിട്ട് മുഖം കഴുകണ്ടേ അതിന്. നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഗൈസ്. നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. അങ്ങനെ ഞാനത് അപ്ലൈ ചെയ്തതിന് ശേഷം ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലിപ് ബാം ഞാൻ നൈറ്റാണ് അപ്ലൈ ചെയ്യാറുള്ളത്. ഇപ്പം മഴയായതുകൊണ്ട് രാവിലെ ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മുടിയൊക്കെ ഒന്ന് വാരിക്കിട്ടണം ഗൈസ്. കാരണം എൻ്റെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ അപ്രത്യക്ഷമായി നാട്ടുകാരൊക്കെ വന്നിട്ട് എൻ്റെ പൊന്നെ എന്നെ കണ്ടാൽ പേടിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ സുന്ദരി ശുമികയായിട്ട് അണിഞ്ഞ് കെട്ടി ഒരുങ്ങിയിരിക്കണം. എന്തിനാണെന്ന് അറിയേണ്ടത്, നാട്ടുകാർ വരട്ടെ, വാ എന്ത് നല്ല കുട്ടി. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ട്. പല്ലൊക്കെ തേച്ചിട്ട് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അങ്ങനെ നമുക്ക് എന്താ കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനിതാ ഈ ഒരു ഐറ്റംസാണ് കഴിക്കുന്നത്. 2 ബദാമും പിന്നെ അങ്ങനെ അത് അരിഞ്ഞ് പൊറിഞ്ഞ് കടിച്ച് മുറിച്ച് തിന്നാണ്. രാവിലെ ഈ ഒരു സംഭവം കഴിച്ചു, ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം ഞാൻ പുട്ടും 2 മുട്ട ബുൾസയാണ് കഴിക്കുന്നത്. ഒരു മുട്ട ആക്കിയപ്പോൾ അതിൻ്റെ മഞ്ഞ ഇങ്ങനെ പൊട്ടിപ്പോയി, അപ്പോൾ ഞാൻ വേറെ ഒരു നൂടാക്കി അങ്ങനെ അത് കഴിച്ചിട്ട് ഷോർക്കാണ്. പിന്നെ ഒരു ഗ്ലാസ് ചായ കൂടെ കുടിച്ചു. നിങ്ങൾ കഴിക്കുമ്പോൾ ഇതെന്താ പുട്ടിന് കറിയില്ലേ? കറിയൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ വെറൈറ്റി ആരാണ് ആഗ്രഹിക്കാത്തത്? അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞാൻ പുഴേൻ്റെ അടുത്ത് പോവാണ്, പുഴ കാണാൻ വേണ്ടി പോകണം. ഗൈസിൻ്റെ നാട്ടിലെ പുഴ നിങ്ങൾ കണ്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല മഴയായിരുന്നു ഗൈസ്. ഞാൻ എഴുന്നേൽക്കുമ്പോഴേ മഴയുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ പൊളിച്ചൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ടുണ്ടാവും, ഇതുവരെ നിന്നിട്ടില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ പുഴേൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. കുറേ ദിവസമായി ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട്. ആദ്യമൊക്കെ അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ തോണിയിലായിരുന്നു പോകാറ്, അങ്ങനെ വരാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഷോറൊക്കെ അടിക്കിച്ചു. വാവ് സൂപ്പർ. അങ്ങനെ മഴയൊക്കെ പെയ്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇത് കണ്ടോ, വെള്ളം കയറിയ കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പുഴയുടെ എത്തിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പുഴ. വാവ്, ഇതാണ് നമ്മുടെ പുഴ. ഞാൻ പേക്കേ പറഞ്ഞ് കാണിച്ചിട്ടില്ല, എൻ്റെ ഫോണ് വെള്ളത്തിൽ. ഗൈസ് അങ്ങനെ നമ്മൾ നിൽക്കുന്നിടത്ത് ഇവിടം വരെ വെള്ളമുണ്ട് ഗൈസ്. ഇതാടാ വെള്ളം കയറി, ഇങ്ങോട്ട് കയറി. നല്ല വെള്ളമല്ലപ്പാ. ഇതാണ് ഗൈസ് ഞങ്ങളെ പുഴ. എന്താ മണ്ണ് കളറാവും കണ്ട ചെരുപ്പ്. ഇവിടെ താഴെയാണ് എന്ത് അതിന്റെ അപ്പുറം സ്റ്റെപ്പാണ് ഇതിലേ ഇങ്ങനെ ഉണ്ടാവും ഗൈസ്. അങ്ങനെ നമുക്ക് ഇവിടെ ഇരിക്കാം കുറച്ചു നേരം. ഇതാണ് ഗൈസ് അപ്പോൾ നമ്മുടെ നാട്ടിലെ പുഴ. നമ്മളല്ല, എൻ്റെ നാട്ടിലെ പുഴ. അപ്പം ഇങ്ങനത്തെ കുറേ നല്ല 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 സ്ഥലങ്ങളൊക്കെ ഉണ്ട് എൻ്റെ നാട്ടിൽ. ഇനി വരുന്ന ഇങ്ങോട്ടെല്ലാം പോവാം. നമുക്കിവിടെ നിൽക്കാം. അവിടെ കാണുന്നുണ്ട്, അവിടത്തേക്ക് നമുക്ക് പോവാം. പക്ഷേങ്കിൽ തോണി വേണം. ഇപ്പോൾ വെള്ളം കയറിയതുകൊണ്ട് തോണിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തോണിയൊക്കെ ഉണ്ടാവും, ഞങ്ങൾക്ക് തോണിയുടെ അപ്പുറത്തൊക്കെ പോകാൻ പറ്റും ഗൈസ്. അപ്പോൾ ആ മരത്തുമ്മൽ ഞാൻ കയറിയിട്ട് ഊഞ്ഞാലാടാൻ പോവാണ്. മഴ വീഴണ്ടേ ഗൈസ്. അങ്ങനെ മരത്തുമ്മ കയറിയിട്ട് എൻ്റെ കൈയെല്ലാം ഉറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം നൈസായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് മെല്ലെ ചലിക്കാം ഗൈസ്, വീട്ടിലോട്ട് പോവാം. വരുന്നില്ല എൻ്റെ ഗൈസ്. ഞാൻ പുഴേൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ മൊണാലിറ്റി ഷോ ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാനൊരു മോഹം. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പുറത്ത് ആരൊക്കെയോ കൂകി വിളിക്കുന്നുണ്ട്, പക്ഷേ അത് നമ്മളെ മൈൻഡാക്കാൻ പറ്റില്ല ഗൈസ്.
ഇവിടം വരെയൊക്കെ വെള്ളം നിറയും ഗൈസ്. ഞങ്ങൾ നീന്താനൊക്കെ വരും, പക്ഷെ ഇവിടെ ഒന്നും വരില്ല. അങ്ങ് റോഡും വരും, അവിടം വരെ വെള്ളം നിറയാറുണ്ട് മഴയത്ത് അല്ലേ. എന്ത് കാണിച്ചു തരാം, കുറച്ച് മുന്നോട്ടുണ്ട്, അവിടം വരെയൊക്കെ വെള്ളം നിറയാറുണ്ട്. ഇവിടം വരെയൊക്കെ വെള്ളം കയറലുണ്ട്. ഞങ്ങൾ ഇവിടെയൊക്കെ നീന്താൻ വരാം. ഇവിടെ ഈ വെള്ളത്തിൽ കൈ കുത്തി ഗൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ കടയിൽ പോയിട്ട് തിരിച്ചു വരാണ്. കട തുറന്നിട്ടില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ന് ഐസ്ക്രീം തിന്നുന്നതല്ല. ഓക്കെ, അപ്പം ഗൈസ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഐസ്ക്രീം ഒന്നുമില്ല. കാണുന്നുണ്ട് നിങ്ങളിത് കാവ്യയുടെ വീട്ടിൻ്റെ ബേക്കാണ് ഗൈസ്. ഇത് പുഴയിനേക്കാളും കൂടുതൽ വെള്ളമുണ്ട്. എന്താ ഇനി നമ്മൾ നടന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാൻ. ഓ ഇത് കണ്ട ഗൈസ്, ഇവിടെ ഫുള്ള് വെള്ളം. ഇതിലൂടെ ഇപ്പം ഞാൻ നടന്ന് പോകണം, ഈ ചളിവെള്ളത്തിലൂടെ. ഇങ്ങനെ നമ്മൾ പുഴകൾ താണ്ടി കാടുകൾ താണ്ടി നടന്ന് പോകുന്നു വീടെത്താനായിട്ടുണ്ട്. അങ്ങനത്തെ ഗൈസ് വീട്ടിലെത്തിയപ്പോൾ അമ്മ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മുറിച്ച് പൊരിക്കുകയാണ്. അങ്ങനെ ഇതാ പൊരിച്ച് കഴിഞ്ഞ് കുറച്ച് കരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം, ഇങ്ങനെ കറുമുറു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഇതാ ഞാനും അമ്മയും കൂടെ ചോറ് കഴിക്കുകയാണ്. പിന്നെ ഇതാ നമ്മുടെ വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, ജഗ്ഗിലേക്ക്. ഗൈസ് അങ്ങനെ ഞാൻ ഓർക്കാട്ടേരി വണ്ടി റണ്ണടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒച്ച ഉണ്ടാക്കല്ല, ഞാൻ ഒന്ന് വീഡിയോ എടുക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ഓർക്കാട്ടിൽ പോയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഫോബി ആയിരിക്കും, ഫോബിക്ക് എന്തോ കൊണ്ടുവരുന്നു. ലോബി അപ്പം നമ്മൾ ഫോബിക്ക് കടല മുട്ടയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ അതിന് കടല മുട്ടയാണ് വാങ്ങിയത്. എടുക്കടാ, വേണ്ട. ഡിമാൻഡ് ലോബി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.